everyone, welcome to Kids Area Online Class 5 Malayalam Kerala Badavali Onam exam question paper ആണ് term 1 question paper. ഇന്നത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ് നൽകുന്നത്. ആബ്സെൻ്റ് ആകുന്ന ദിവസം റെക്കോർഡ് ക്ലാസ്സും കിട്ടുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 9746487799. കേരള പാഠാവലി 2026-2027 എക്സാം. നിർദ്ദേശങ്ങൾ: മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിൻ്റെയും ഉപചോദ്യങ്ങൾക്ക് ഉത്തരം നിർബന്ധമായിട്ടും എഴുതണം. 2 പ്രവർത്തനം വീതം നൽകിയിട്ടുള്ള അതായത് അല്ലെങ്കിൽ ഇത് എഴുതുക എന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. വായിക്കാം എഴുതാം. കിളിക്കൂട്. രാവിലെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അയാൾ അത് കണ്ടത്. പേരമരത്തിൻ്റെ ഇലകൾക്കിടയിൽ നിന്ന് മനോഹരമായി ഒരു പക്ഷി പറന്നു പോകുന്നു. മഞ്ഞയും ചുവപ്പും കലർന്ന ചന്തമുള്ള തൂവലുകൾ. ഇത്രയും ഭംഗിയുള്ള ഒരു പക്ഷിയെ ഇതിനു മുമ്പ് അയാൾ കണ്ടിട്ടില്ല. അത്തിമരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കൊച്ചു കിളിക്കൂട്. കൂട്ടിൽ നിന്ന് 3 ഇളം ചുണ്ടുകൾ പുറത്തു കാണാം. കൊക്കുകളും തുറന്ന് അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അയാൾക്ക് ആ കാഴ്ച ഏറെ ആനന്ദം നൽകി. E.G. വസന്തൻ എഴുതിയ ചെറിയൊരു ഖണ്ഡികയാണ്. അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, രാവിലെ അയാൾ കണ്ട കാഴ്ച എന്ത്? പക്ഷി പറന്നു പോകുന്നത്, ഇലകൾ പൊഴിഞ്ഞ അത്തിമരം, കൊച്ചു കിളിക്കൂട്, ചന്തമുള്ള തൂവലുകൾ. ഏതൊക്കെയാണ്? പക്ഷി പറന്നു പോകുന്നത് കണ്ടു, കൊച്ചു കിളിക്കൂട് കണ്ടു, ചന്തമുള്ള തൂവലുകൾ കണ്ടു. 1, 3, 4. ഓപ്ഷൻ സി 1, 3, 4 ആണ് ശരി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കിളിക്കൂട് കണ്ടത് എവിടെ? പേരമരത്തിൽ, പറമ്പിൽ, അത്തിമരത്തിൽ. ഇവയൊന്നുമല്ല. എവിടെയാണ് കിളിക്കൂട് കണ്ടത്? അത്തിമരത്തിലാണ്. പേരമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ പക്ഷി പറക്കുന്നതാണ് കണ്ടത്. കിളിക്കൂട് കണ്ടത് എവിടെയാണ്? അത്തിമരത്തിൽ. അത്തിമരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കൊച്ചു കിളിക്കൂട്. ഓക്കെ. സി ക്വസ്റ്റ്യൻ. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് എഴുതുക. പ്രസ്താവന 1, മഞ്ഞയും ചുവപ്പും കലർന്ന ചന്തമുള്ള തൂവലുകൾ. പ്രസ്താവന 2, പേരമരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കൊച്ചു കിളിക്കൂട്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? മഞ്ഞയും ചുവപ്പും കലർന്ന ചന്തമുള്ള തൂവലുകൾ, അത് ശരിയാണ്. പേരമരത്തിലാണോ കിളിക്കൂട് കണ്ടേ? അല്ല. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്. ഇതിൽ പ്രസ്താവന 1 ശരി. ഓക്കെ, പ്രസ്താവന 1 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കാണുന്നത് എന്ത്? ഇലകൾ, തൂവലുകൾ, ആകാശം, ഇളം ചുണ്ടുകൾ. ഉത്തരം ഇളം ചുണ്ടുകൾ. ഈ ക്വസ്റ്റ്യൻ, അയാൾക്ക് ഏറെ ആനന്ദം നൽകിയ കാഴ്ച ഏത്? മനോഹരമായ പക്ഷി പറന്നു പോകുന്നത്, അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മഞ്ഞയും ചുവപ്പും കലർന്ന ചന്തമുള്ള തൂവലുകൾ, അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്. എന്തായിരുന്നു? അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അതാണ് അയാളുടെ കാഴ്ചയ്ക്ക് ഏറെ ആനന്ദം നൽകിയത്. രണ്ടാമത്തെ ചോദ്യം, കടങ്കഥ വിശകലനം. സ്വർണ്ണപ്പന്ത് പകൽ വരും, വെള്ളിപ്പന്ത് രാത്രി വരും. ഉത്തരം സൂര്യനും ചന്ദ്രനും. ഈ കടങ്കഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കടങ്കഥ വിശകലനം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് കണ്ടവർക്ക് ഒരാശയം ഉണ്ടാകും. ബി ക്വസ്റ്റ്യൻ, ഡെയ്സി ചെടി എന്ന കഥയിൽ ഡെയ്സിയും വാനമ്പാടിയും തമ്മിലുള്ള സ്നേഹബന്ധം നമ്മൾ കണ്ടതാണല്ലോ. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, രാത്രി മുഴുവൻ അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടതുകൊണ്ട്. തൻ്റെ ഇതളുകളുടെ ഭംഗിയെക്കുറിച്ച് ഓർത്തതിനാൽ. വാനമ്പാടിയുടെ വിലാപം ഓർത്തിട്ട്. വെള്ളം കിട്ടാത്തതിനാൽ. ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. വാനമ്പാടിയുടെ വിലാപം ഓർത്തിട്ട്. വാനമ്പാടിയുടെ വിലാപം ഓർത്തിട്ടാണ് അവൾക്ക് ഉറങ്ങാൻ കഴിയാത്തത്. അതിൽ അടുത്ത സി ക്വസ്റ്റ്യൻ, പ്രസ്താവന 1, ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ്. പ്രസ്താവന 2, കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആസ്വാദകരാണ്
കുട്ടികൾ. ഇതാണ് രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ബി ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചുവടെ കൊടുത്ത 3A 3B എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. അതിൽ 3A അനുഭവക്കുറിപ്പ്. തിമിർത്തു പെയ്ത മഴയിൽ കുട്ടി ഉണ്ടാക്കി ഒഴുക്കിയ കടലാസ് തോണി മുങ്ങിപ്പോയി. കുട്ടിക്ക് കരച്ചിൽ വന്നു. തോണി മുങ്ങിയിട്ടല്ല, മറിച്ച് അതിൽ അവൾ കയറ്റിവിട്ട കുറെ യാത്രക്കാരുമുണ്ടായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുറുമ്പുകൾ. ഇത്തരം കുട്ടിക്കാല അനുഭവങ്ങൾ നിങ്ങൾക്കുമില്ലേ? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുട്ടിക്കാലം അനുഭവം വെച്ചിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു കുട്ടിക്കാല അനുഭവക്കുറിപ്പ് എഴുതുക എന്നുള്ളതായിരുന്നു 3A വരുന്നത്. അല്ലെങ്കിൽ 3B എഴുതിയാൽ മതി, അതും കുറിപ്പ് തയ്യാറാക്കാനാണ്. നീല നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിന്നികളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. പ്രകൃതിയിൽ മഴ കാഴ്ചവെക്കുന്ന ഇത്തരം വിസ്മയങ്ങളെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. നാലാമത്തെ ചോദ്യവും എ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. 4A ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. വയലുണ്ട്, പുഴയുണ്ട്, കായലുണ്ട്, വഴിയിലെ മരത്തിൽ കായയുണ്ട്, മഴവില്ലിൻ പുഞ്ചിരി എന്നുമുണ്ട്, മഴവരം നേരം മയിലാട്ടമുണ്ട്, വയലില്ല, മലയില്ല, മരങ്ങളില്ല, വഴിയിലോ പുൽത്തണ്ടു പോലുമില്ല, മഴയില്ല, പുഴയില്ല, തുഴയുമില്ല, മിഴി തുറന്നുള്ളോരി കാറ്റുമില്ല. എവിടെ എന്നുള്ള കവിതയിലുള്ള ഫാത്തിമ നൗറിൻ പി എഴുതിയ എവിടെ എന്ന കവിതയിലുള്ള കുറച്ച് വരികളാണ്. കവിതയുടെ ആശയം ഉൾക്കൊണ്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഇതായിരുന്നു 4A ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി, വർണ്ണനയാണ്. മഴക്കാലത്ത് പ്രകൃതി കൂടുതൽ സുന്ദരിയാകുന്നു. മഴത്തുള്ളികൾ ഇലകളിൽ മുത്തുകൾ പോലെ തിളങ്ങുന്നു. പ്രകൃതിയുടെ ഓരോ കാഴ്ചയും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന പ്രകൃതി ദൃശ്യത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. പ്രകൃതി ദൃശ്യത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനായിരുന്നു 4B. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംഭാഷണമാണ്. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കാട്ടിലെ മഴ എന്ന പാഠത്തിലെ ഈ സന്ദർഭം ഓർക്കുന്നില്ലേ? പുഴയിലേക്ക് പെയ്തിറങ്ങിയ മഴയും പുഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാം. മഴയും പുഴയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. ആറാമത്തേത് അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ്. മണ്ണും മലയും പുഴയും പൂവും കാടും ഒക്കെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? കുറിപ്പെഴുതുക. ഇങ്ങനെ 6 ചോദ്യങ്ങളാണുള്ളത്. 6 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അല്ലെങ്കിൽ എന്ന് വരുന്ന ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ ഇന്നത്തെ മലയാളം കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.